Hello friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ കിച്ചൻ. മെൽറ്റിംഗ് മൊമെന്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ആക്ച്വലി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രംസ്റ്റിക്സ് ആണ്. ചിക്കന്റെ ലെഗ് ഒരു 12 ലെഗ് പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഞാൻ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇത് മാരിനേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായത് ഒരു വീഡിയോ എടുത്ത് എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാമെന്ന്. അതുകൊണ്ടാണ് ഇത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. മാരിനേഷന് വേണ്ടി ഏറ്റവും മിനിമം ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. അല്പം മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്ര മാത്രമേ ഇതിൽ എടുത്തിട്ടുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്, 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഞാനിത് മാരിനേഷന് വെച്ചു. ഇനി അടുത്തതായിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു സവോള, ഒരു വലിയ സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണിത്. ഇഞ്ചി വെളുത്തുള്ളി വേണം, ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അല്പം കറിവേപ്പില, മല്ലിയില, കാഷ്യൂനട്ട്. പിന്നെ ഇത് ഉണ്ടാക്കാൻ, അതായത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ മാത്രമേ നമ്മൾ ഇതിൽ ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നിനും ഓയിൽ എടുക്കുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള എണ്ണ വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ചിക്കൻ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് ഇത് വേവിക്കുന്നത്. ആ ചട്ടിയുടെ ഉള്ളിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. 12 പീസ് ചിക്കൻ ലെഗ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 ഒന്നിച്ച് ഇട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ഈ ചിക്കൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി, ഉപ്പ് ആവശ്യത്തിന് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഇത്രയുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തത്. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം വെച്ചിരുന്നു. അതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇത് ഞാൻ വേവിക്കാനായിട്ട് വെക്കുകയാണ്. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ കുക്കിങ്ങിന്റെ സമയത്താണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. ഇനി അതിനു മുൻപ് നമ്മൾ മാരിനേഷന്റെ ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഗ്രേവിയിൽ നിന്നൊന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഗ്രേവി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. തീ ആദ്യം ഓഫ് ചെയ്യാം. ഈ ചിക്കൻ പീസസ് എല്ലാം ഗ്രേവിയിൽ നിന്ന് കോരിയെടുത്തു. എന്നിട്ട് ഗ്രേവി നമുക്ക് മാറ്റി വയ്ക്കാം.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഓൾറെഡി വെന്തിരിക്കുന്ന പീസസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരം ഒരു ഡീപ്പായിട്ട് ഫ്രൈ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കൻ പീസസ് കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ, അതായത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സോള ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ചു. അതിനുശേഷം ഞാനിത് സോളയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഒരു പാനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. നോക്കി നിന്നില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്തായാലും കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാഷ്നട്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ടൊന്ന് മൂത്ത് വരുമ്പോൾ എടുക്കുന്നതിന് ഒരു മിനിറ്റ് മുൻപ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില അതുകൂടെ ഇതിലേക്കിട്ട് കോരിയെടുക്കാം. ഇങ്ങനെ ഫ്രീ ഓഫ് ചെയ്യാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിന്റെ മിക്സിംഗ് ആണ്. ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് നമ്മൾ ആ ചട്ടിയിൽ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ വേവിച്ച് കോരി എടുത്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി വീണ്ടും ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം.
ഇനി ഈ ഗ്രേവിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് ഫ്രൈ ചെയ്ത ചിക്കൻ, ഉള്ളി, കാഷ്യൂനട്ട് എല്ലാം ചേർക്കാൻ പോകുന്നത്. ഈ ഗ്രേവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മസാലയെല്ലാം ഉണ്ട്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ടത്, പച്ചമുളക്, ഇത്രയാണ് ഇതിലുള്ളത്. ഒരു തിക്ക് ഗ്രേവിയാണിത്. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിക്കൻ വിങ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഗ്രേവി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിലുണ്ടായിരുന്ന എക്സസൈസ് ഗ്രേവി ഒന്ന് ഡ്രൈ ആയി കിട്ടണം, ഒന്ന് എന്താ പറയുക, വറ്റി കിട്ടണം. ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അല്പം കൂടെ ഡ്രൈ ആവണം. അല്പനേരം കൂടി, ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ച്. ഇനി ഒത്തിരി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു തന്നെ വെച്ചാൽ മതി, മൂടേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത്, ഞാൻ ആ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒന്നും പറയാത്ത സാധനമാണ്, ഒരു 1/4 ടീസ്പൂൺ സോയ സോസ്. ഇത് തിക്ക് സോയ സോസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അധികം ചേർക്കരുത്, 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കാവുള്ളൂ. ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പറയാൻ വിട്ടുപോയ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഗരം മസാല. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാല ഈ സമയത്ത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, കറിവേപ്പില, അതുപോലെ തന്നെ ഉള്ളി, ഇനി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് മസ്റ്റായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അല്പം വൈനാണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ വൈൻ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഡ്രൈ റോസ്റ്റ്, ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഗാർണിഷിങ്, മല്ലിയില ഇതിലേക്ക് ഇട്ടതൊന്ന് ഗാർണിഷ് ചെയ്യാം. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നോൺ വെജിൻ്റെ ഒക്കെ കൂടെ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീണ്ടും ഒന്നോടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഈ ചിക്കൻ റോസ്റ്റ് ഇന്ന് സെർവ് ചെയ്യാൻ പോകുന്നത് ഗീ റൈസിൻ്റെ കൂടെയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി അല്ല ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം. മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.